ഈശ്വംശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ 1000 വട്ടം നന്ദി പറയുന്നു. എൻ്റെ പേര് റോജി ജോസഫ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപത മാള സ്റ്റെനിസ്ലാവോസ് ഫോറോന ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 15/7/2014 തുടർന്ന് എൻ്റെ ഉടമ്പടി ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് ആദ്യമേ അതായത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ മാതാവ് തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കൊരു എന്താ പറയുക, മാതാവിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയിൽ നിന്ന് മാതാവ് എല്ലാം മേടിച്ചു തന്നുള്ള വിശ്വാസം എനിക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ മാതാവിനോടും ഈശോയോടും കൂടുതൽ ഭക്തിയിൽ വളരുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. ആദ്യം ഞാൻ അത്ര കാര്യമായി എടുത്തില്ല. പിന്നീട് ഇങ്ങനെ വയറ്റിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറാനും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. തുടർന്ന് ഞാനൊരു ഗ്യാസ്ട്രോ പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കി റിസൾട്ടിൽ വന്നപ്പോൾ എൻ്റെ ആമാശയത്തിൽ ചെറുതായിട്ട് നീർക്കെട്ടുകൾ, തൊലിപ്പോവൽ, അന്നനാളത്തിൽ തൊലിപ്പോവൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഞാൻ അച്ഛനെ ബ്ലെസ്സിങ് മേടിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ ആദ്യമേ ചെയ്തത് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം അച്ഛൻ എൻ്റെ കഴുത്തിലാണ് സൈത്ത് പൂശി പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു അച്ഛൻ എന്താണോ എൻ്റെ കഴുത്തിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കണം, എനിക്ക് വയറിനാണല്ലോ പ്രശ്നം എന്ന് വെച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛന് ചെറിയ കാശുരൂപമൊക്കെ തന്ന് പ്രാർത്ഥിച്ച് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. തുടർന്ന് ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അവിടെ വാഷ്റൂമിൽ പോയി എൻ്റെ കഴുത്തിൽ നിന്ന് സൈത്തെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ വയറ്റിൽ കുരിശടയാളം വരച്ചു. തുടർന്ന് ഞാൻ വീട്ടിലോട്ട് പോയി. അങ്ങനെ പോയി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാറിക്കിട്ടി. പിന്നെ തുടർന്ന് എനിക്കൊരു മെഡിസിൻ എടുക്കേണ്ടി വന്നില്ല. അതിനു മുന്നേ ഞാൻ എന്താ പറയുക, ഹോമിയോ, അലോപ്പതി, ആയുർവേദം ഇതിനൊക്കെ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു വയറിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അത് പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ എനിക്കൊരു മെഡിസിനും എടുക്കേണ്ടി വന്നിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസം ഒരു ആദ്യമായപ്പോൾ തുടങ്ങി. അതായത് നമ്മൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി 1 മാസം ആയിട്ടില്ല അപ്പോൾ തന്നെ. ആ ഒക്ടോബർ മാസം എനിക്ക് കഴുത്തിന് ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല വേദന വന്നു തുടങ്ങി. അപ്പോൾ 2 ആഴ്ച ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല, വല്ല നീർക്കെട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ പോയി. പക്ഷേ പിന്നെ വേദന സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോടൊന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തൈറോയിഡാണ്, അത് ഹൈപ്പോ തൈറോയിഡാണ്, ഏറ്റവും മാക്സിമം ലെവലിലെത്തി. എൻ്റെ റൈറ്റ് സൈഡിൽ 4 ലെവലിൽ മുഴ, ടെറാഡസ് 4 എന്നാണ് അവർ പറഞ്ഞത്, 4 ലെവലിൽ ഒരു മുഴയും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ 3 ലെവൽ സൈസിലും മുഴയുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ കഴുത്തിന് ചുറ്റും നിറച്ച് കഴലകളുണ്ട്, ഒരു സ്പ്രെഡിങ് പോലെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത്തിരി റിസ്ക് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ ഓൺ ദ സ്പോട്ട് തന്നെ ബയോപ്സിക്ക് വിട്ടു. അപ്പം നമുക്ക് ആകെ ടെൻഷനായി. എനിക്ക് ചെറിയ 2 മക്കളാണ്, ഹസ്ബൻഡ് ഗൾഫിലാണ്, വീട്ടിലാണെങ്കിൽ ആകെ ഒരു അമ്മയേ ഉള്ളൂ നോക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി പേടിച്ചു. അന്നോടിങ്ങനെ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി തൈലം എൻ്റെ കഴുത്തിൽ പൂശി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ബയോപ്സിക്ക് പോയ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു. ഉടമ്പടി കാശുരൂപം ഇപ്പോഴും എൻ്റെ കയ്യിലും ഉണ്ടാകും. കാശുരൂപം കയ്യിൽ മുറുക്കി പിടിച്ചിട്ടാണ് ഞാൻ അവിടെ എൻ്റെ ടേബിളിൽ കിടന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. അതായത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ജപമാല റാലി നടക്കുന്നതിൻ്റെ ആ ചൊവ്വാഴ്ചയാണ്. അപ്പം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പകുതി കണ്ടിട്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയത്. കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നത്. അങ്ങനെ കണ്ട് റിസൾട്ട് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സിയിൽ പേടിക്കൊന്നും വേണ്ട, റിസൾട്ട് നെഗറ്റീവാണ്, പക്ഷെ നമുക്ക് സർജറി എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം. ഇതിന് നമുക്ക് വേറെ മെഡിസിൻ ഇല്ല. കാരണം അന്നേരം എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹോർമോൺ ലെവൽ വെറും 0.5 എത്തി, അതായത് ഏറ്റവും മാക്സിമത്തിലാണ് നിൽക്കണേ. അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ നമുക്ക് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരും. ആ മെഡിസിൻ അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് 1 മാസത്തേക്ക്, അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടെ, ഭയങ്കര കിതപ്പ്, സൗണ്ട് അടച്ചൽ, കുത്തി ചുമ, ഇടയ്ക്ക് ബാലൻസ് സെറ്റ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഹോർമോൺ ലെവൽ കൂടിയതിൻ്റെ പ്രശ്നങ്ങളാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഹോർമോൺ ലെവലും കൂടുതലും ഈ 2 മുഴകളും ഇങ്ങനെ നിൽക്കണ കാരണം കൊണ്ട് ഇപ്പോൾ ബയോപ്സിയിൽ പ്രശ്നമില്ലെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ അത് കോംപ്ലിക്കേഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് 1 മാസം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും സർജറി ചെയ്യണം, വേറൊരു ഓപ്ഷൻ ഇതിനില്ല. അപ്പോൾ എനിക്ക് 1 മാസത്തോട്ട് ഹോർമോൺ ലെവലൊന്ന് കൺട്രോൾ ആവണം. കാരണം എൻ്റെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആയാലാണ് സർജറി ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മെഡിസിൻ എനിക്ക് 1 മാസത്തേക്ക് അവർ തന്നു.
അങ്ങനെ വന്ന് ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും അച്ഛനെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, കാരണം അന്നേരം ഒരു 3 മാസമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കില്ല അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞ് അവിടെ നിന്ന് മുട്ടുകുത്തി ഒരുപാട് ഞാൻ നേരം കരഞ്ഞെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അന്നേരം പോയി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ വന്ന് തന്നെ ഇങ്ങനെ പറയുകയാണ്, നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതായത് ഒരു സ്വരമാണ് ഞാൻ കേൾക്കുന്നത്, ഇങ്ങനെ പിക്ചറോ കാര്യങ്ങളോ എനിക്ക് ക്ലിയർ അല്ല, ഒരു സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. നിനക്കൊരു പ്രശ്നവുമില്ല, ജോസഫ് അച്ഛൻ അന്ന് നിൻ്റെ കഴുത്തിലല്ല ഈ സൈത്ത് പൂശി പ്രാർത്ഥിച്ചത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ എന്നാണ്, അങ്ങനെ ഒരു സ്വരമാണ് എൻ്റെ ഇതിൽ കേൾക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഞെട്ടിപ്പോയി. അപ്പം അന്നേരം അച്ഛൻ എൻ്റെ കഴുത്തിൽ അന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചത് ഇതുകൊണ്ടാണ് എന്നാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അന്നെ വിചാരിച്ചു അച്ഛൻ എന്താവും ഇങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാതാവ് അച്ഛനെ എനിക്ക് തോന്നുന്നു അത് തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ മെഡിസിൻ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഞാൻ ഓക്കെ ആയിക്കോളൂ, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല ധൈര്യത്തോടുകൂടി ഡോക്ടറെ അടുത്തേക്ക് പോയത്. അവർ ചെന്ന് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് നടത്തി സ്കാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ആ 4 ലെവലിൽ ആ 2 മുഴകളെന്ന് പറയുന്നത് ആ 2 നൊഡ്യൂളും 2 ലെവലിലോട്ട് എത്തിയെന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് പേടിക്കേണ്ട റിസ്കി ലെവലിൽ നിന്ന് കഴിഞ്ഞു, 2 ലെവലൊക്കെ ഒരു നോർമൽ സൈസിലോട്ട് എത്തി. അപ്പോൾ അതുകൊണ്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹോർമോൺ ലെവലും അത്യാവശ്യം നല്ല രീതിയിലേക്ക് ആയിട്ടുണ്ട്, നോർമലിലോട്ട് എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ 1 മാസം മെഡിസിൻ കഴിച്ചല്ലോ, ഇനി നമുക്ക് മെഡിസിൻ ഒന്ന് നിർത്തി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ ഡോക്ടർ വിചാരിച്ചത് അപ്പോൾ ചിലപ്പോൾ ഹോർമോൺ ലെവൽ കൂടും, അങ്ങനെ ഈ കോംപ്ലിക്കേഷൻ വന്നാൽ സർജറിയിലോട്ട് തന്നെ പോണ്ടി വരാം എന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടർ എന്നോട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഞാനൊരു മെഡിസിൻ എടുത്തിട്ടില്ല. നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേങ്ങയാണ് ഡെയിലി രാവിലെയും വൈകിട്ടും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. എന്നും പ്രാർത്ഥന, നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നും നെറ്റിയിൽ തൈലം പൂശിയതിന് ശേഷം കഴുത്തിൽ തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് 3 മാസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ സ്കാൻ ചെയ്തു, വീണ്ടും ബ്ലഡ് ടെസ്റ്റ് നടത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ തൻ്റെ കഴുത്തിന് യാതൊരു പ്രശ്നവുമില്ല, ഒരു നൊഡ്യൂളിൻ്റെ ഒരു തരി പോലും ഇല്ല, ഹോർമോൺ ലെവൽ നോർമൽ കണ്ടീഷനിലെത്തി, ഇനി തനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല, അത്രയും വലിയൊരു റിസ്കി ലെവലിന് ഒരു കുഴപ്പവും തനിക്കിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് തന്നെ ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കൊന്നും ചോദിക്കാനില്ല, എനിക്ക് പറയാനുമില്ല, കാരണം ഇത് അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് നേടിത്തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജപമാല റാലിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അന്നേരം എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ജപമാല റാലിക്ക്, കാരണം ആ സമയത്ത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നല്ലോ, പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലൊന്നും എൻ്റെ പാരൻസ് സമ്മതിച്ചില്ല, കാരണം എനിക്ക് ആ സമയത്ത് ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് വീട്ടിൽ ഒത്തിരി പോലും എനിക്ക് നടക്കാൻ പറ്റുന്ന ടൈമല്ലായിരുന്നു. പക്ഷേ ആ സമയത്തായാലും ഞാൻ ജപമാല റാലിക്ക് പോകണം എന്ന് പറഞ്ഞ് ഞാൻ ആ റാലി മുഴുവനും കംപ്ലീറ്റ് ചെയ്തു. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ, അതായത് എനിക്ക് എൻ്റെ എന്താ പറയുക പെട്ടെന്ന് ബോഡി ബാലൻസ് ആയിട്ടൊക്കെ പ്രശ്നം അന്നേരം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ അത്രയും കിലോമീറ്ററോളം എനിക്ക് നടക്കുവാനും പരിശുദ്ധ അമ്മേനെ സഹായിച്ചു. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയും ഈശോയും നേടിത്തന്ന ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ 1000 വട്ടം നന്ദി പറയുന്നു. പിന്നീട് കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചകളും, അതായത് ബുധനാഴ്ചയാണ് എൻ്റെ ദിവസം, അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത മാള ഒരു കരുണാഭവൻ എന്ന് പറഞ്ഞ ഒരു വയസ്സായ അമ്മമാരെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആരാരില്ലാത്ത അമ്മമാരാണ്. അവിടെ പോയി ഞാൻ അമ്മമാരെ, ഒരു 5-8 അമ്മമാരുണ്ട്, അമ്മമാരെ കുളിപ്പിക്കലാണ് ഞാൻ ചെയ്യാറ്. എൻ്റെ ലൈഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ +2 കഴിഞ്ഞ സമയത്തൊക്കെ എൻ്റെ പാരൻസിന് എന്നെ നഴ്സിങ്ങിന് വിടണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഫീൽഡിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നമുക്ക് ഹോസ്പിറ്റൽ കേസ് എനിക്ക് സ്മെല്ലൊന്നും എനിക്ക് പിടിക്കില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ കരുണാഭവനിലെത്തി അമ്മമാരെ കുളിപ്പിക്കൽ, നമുക്കറിയാം വയസ്സായവരാണ്, ഒത്തിരി ബാഡ് സ്മെല്ല് കാര്യങ്ങൾ, അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ആ സ്മെല്ല് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വർഗീയ സ്മെല്ല് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആഴ്ചയിൽ ഒരു വട്ടവും അത് മുടങ്ങാൻ എനിക്ക് പാടില്ല എന്ന് അത്ര നിർബന്ധമുണ്ട്. ഞാൻ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണത്, നമുക്ക് അസുഖങ്ങൾ വരുത്തരുതെന്ന് പറയും, പക്ഷേ അതിനപ്പുറം അനുദിന ദിവ്യബലിയർപ്പണവും അതുപോലെ എൻ്റെ ആഴ്ചയിൽ ഈ അമ്മമാരെ കുളിപ്പിക്കുന്ന ഈ ഒരു കാര്യവും ഒരിക്കലും മുടങ്ങരുതേ എന്നാണ് ഞാൻ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണേ. എനിക്ക് അന്ന് അസുഖം, കഴുത്തിന് പ്രശ്നങ്ങളും തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്ന ആ ടൈമിൽ പോലും ഒരാഴ്ചയിൽ എന്താ പറയുക പോവാതിരിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാ ആഴ്ചയിലും തന്നെ ഞാൻ പോയി. അന്നേരം അവരോട് പറഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം മോൾ ചെയ്തു തരണ്ട എന്ന് പറഞ്ഞും കൂടി എനിക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിച്ചു. അതിന് ഞാൻ ഈശോയോട് നന്ദി പറയുകയാണ്. കൂടാതെ തന്നെ പല ഓർഫനേജുകളിലും അവർക്ക് ഫുഡ് കാര്യങ്ങൾക്ക് വേണ്ടി പൈസ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്.
ആര് എൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയാലും എന്നെക്കൊണ്ടായത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ കൊണ്ടായ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാനിതിന് ദിവ്യബലി അർപ്പണം ഞാൻ മുടങ്ങാറില്ല. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പത്രം എല്ലാ മാസവും വിതരണം ചെയ്യാറുണ്ട്. ഞാൻ വീടുകളിൽ കയറി ഇറങ്ങിയാണ് പത്രം കൊടുക്കാറ്. ഓട്ടോ ചേട്ടന്മാർക്ക്, ഷോപ്പുകളിൽ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. വചന വായന, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 വട്ടം ഞാൻ നന്ദി പറയുന്നു. എന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ എന്ന വലിയ പുണ്യത്തിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മ. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. റോജി ജോസഫ് എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൽ അവിചാരിതമായി വന്ന ഒരു രോഗത്തിന് അമ്മ മാതാവും ഈശോയും മുൻകൂട്ടി നൽകിയ സംരക്ഷണത്തെയാണ് സന്തോഷത്തോടു കൂടി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. കൃപാസനം മാതാവ് ഒരു പ്രവചന മാതാവാണെന്ന് നമുക്കറിയാം. ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മയുടെ സന്ദേശം. ലോകത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് അവയ്ക്ക് അമ്മയുടെ സംരക്ഷണം ഉറപ്പ് നൽകിക്കൊണ്ട് അമ്മ വരാനിരിക്കുന്ന കാര്യങ്ങളെ പ്രവചിക്കുമ്പോൾ അതിന് ദൈവശക്തിയാൽ പരിഹാരമുണ്ടെന്ന് കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ 2 വാക്കുകൾ. ദുരന്തങ്ങൾ വരുന്നു, ഒരു കാര്യം നടക്കുവാൻ പോകുന്നത് നമ്മളെ അറിയിച്ചു തരുന്നു. പ്രാർത്ഥിക്കണം, ദൈവശക്തിയാൽ അതിന് പരിഹാരമുണ്ടെന്ന് നമുക്ക് ഉറപ്പ് തരുന്നു. അതാണ് ഈ മകളുടെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതയും. മകൾ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന നിയോഗം മറ്റൊന്നാണ്, മറ്റൊരു ശാരീരിക രോഗാവസ്ഥയാണ്. എന്നാൽ അമ്മ മാതാവിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ അമ്മ അച്ഛന് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ മകളുടെ കഴുത്തിൽ തൈലം പൂശി പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി വിടുവാൻ വേണ്ടിയാണ്. മകൾ തന്നെ പറയുന്നുണ്ട്, എന്താ അങ്ങനെ ചെയ്തേ, അച്ഛൻ കാര്യം മാറിപ്പോയോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആദ്യ പിടിച്ചുകൊണ്ടാണ് അച്ഛൻ സൈത്ത് പൂശി ബലപ്പെടുത്തിയത്. ആ കഴുത്തിൽ നിന്ന് തള്ളവരിൽ ഒരല്പം എടുത്ത് അത് വാഷ്റൂമിൽ പോയി അടിവയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണി ചൊല്ലി പ്രാർത്ഥിച്ച് തൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന അമ്മ നമ്മുടെ വ്യക്തിജീവിതമാവട്ടെ, സമൂഹ ജീവിതമാവട്ടെ, പ്രകൃതിയാവട്ടെ, ഏതെങ്കിലും ഒരു ജീവിതം, ഒരു സാഹചര്യം ദുരന്തത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നമ്മൾ അമ്മ മാതാവിനോട് ഒരു കമ്മ്യൂണിക്കേഷനുള്ള, ജീവിത ശുദ്ധിയുള്ള ഒരു ഉടമ്പടി ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മളെ അതിനെ സംരക്ഷിക്കുന്നതാണ് നാം കാണുന്നത്. മകൾ പറയുന്നുണ്ട്, നഴ്സിംഗ് പഠനം വേണ്ടെന്ന് വെച്ചതിന് കാരണം ആശുപത്രിയും അതിൻ്റെ മണങ്ങളും ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രായമുള്ളവരെ വാഷ് ചെയ്യുന്നതിനും അവരെ ശുചീകരിച്ച് കുളിപ്പിക്കുന്നതിനും ഏറ്റവും സ്നേഹത്തോടു കൂടി ആ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ, തന്നെ വിട്ടുകൊടുക്കുവാൻ എന്നും സന്നദ്ധയായിരുന്നു. അങ്ങനെ തന്നെക്കൊണ്ട് ഒരുപക്ഷെ താൻ ജീവിതത്തിലൊരിക്കലും ഒരു പ്രൊഫഷനായി എടുക്കേണ്ടതെന്ന് കരുതിയ മേഖല തന്നെ കാരുണ്യ പ്രവൃത്തിയിലൂടെ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ അമ്മ മാതാവിനോടുള്ള സ്നേഹത്തിൽ, ഈശോ നൽകുന്ന കരുതലിൽ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മകളുടെ ജീവിതത്തിന് അനുഗ്രഹമായതാണ് മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. താൻ രോഗിണിയായപ്പോഴും രോഗിണിയായ എന്നതിൻ്റെ പേരിൽ ഒന്നും മാറ്റിവച്ചില്ല, എല്ലാം കൃത്യതയോടുകൂടി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. താൻ രോഗിണിയായപ്പോഴും വേണമെങ്കിലും ഒഴിവാക്കാമായിരുന്ന ആ ജപമാല റാലിയിൽ നിന്ന് മാറി നിന്നില്ല. ഒറ്റയ്ക്ക് നടന്നാൽ വെച്ചു പോകുന്ന വീടിൻ്റെ അവസ്ഥയിൽ പോലും ഞാൻ അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഇവിടെ വന്ന് ഈ കിലോമീറ്ററുകളുടെ ജപമാല റാലി എൻ്റെ രോഗദുരിതങ്ങളെ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്ത് അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു വന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ എന്തൊക്കെ വിശേഷബുദ്ധിയായി ചെയ്യുന്നു, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ മൈൽ ദൂരം സഞ്ചരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു, ദൈവസ്നേഹത്തെ പ്രതി ജീവിത വിഷയങ്ങൾക്ക് സംശയമില്ലാതെ ദൈവം ഇടപെടുമെന്ന പ്രത്യാശയോടുകൂടി നമുക്കെങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനാവുന്നു, ഇതാണ് പരിശോധിക്കപ്പെടുന്നത്. മകളുടെ ആ ഒരു ക്ലേശകാലത്തിലും രോഗകാലത്തിലും മകൾ അമ്മ മാതാവിനോടും ഈശോയോടും ഉടമ്പടിയോടും പുലർത്തിയ വിശ്വസ്തതയാണ് കത്തിവെക്കാതെ രോഗം സൗഖ്യപ്പെട്ടതിന് കാരണമെന്ന് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ രോഗത്തിൻ്റെ ആദ്യ കാര്യം വിശദീകരിക്കുമ്പോൾ ഏറ്റവും തീവ്രമായ അവസ്ഥ, ഉടനടി ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യം, അത് ക്യാൻസറസായി തീരുവാനുള്ള സാധ്യതകൾ ഒക്കെ സൂചിപ്പിച്ചാണ് മകൾ സാക്ഷ്യം തുടങ്ങുന്നത്.
എന്നാൽ സാക്ഷ്യത്തിൻ്റെ അവസാനം കത്തിവെക്കാതെ യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മ മാതാവിന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണ ആരോഗ്യം, സൗഖ്യം ഈശോ നൽകിയതിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഉടമ്പടി അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ആയിരങ്ങൾക്ക് നൽകുന്ന ദൈവിക പദ്ധതിയാണ്. ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടിയെ സ്നേഹിക്കുകയും അത് വിശ്വസിച്ച് ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നുവോ, അമ്മ മാതാവും ഈശോയും ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെ തടഞ്ഞു നിർത്തും, രോഗങ്ങളെ സൗഖ്യപ്പെടുത്തും, കടബാധ്യതകൾ നീക്കിത്തരും, കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. അമ്മയിൽ വിശ്വസിച്ച് ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോ കൂടെ നിന്ന് അമ്മയോടൊപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനം തരും. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.